ആക്ടർ മോഹൻലാലിൻ്റെ ഫേവറേറ്റ് ഡെസേർട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആ ഒരു ഡെസേർട്ടാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. ഇനി ആരും അറിയില്ല എന്ന് പറയണ്ട കേട്ടോ. ലാലേട്ടൻ ഫാനായ ഞാൻ ഇത് തയ്യാറാക്കി നോക്കി. ഇനി എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായം കൂടി പറയണേ. ബനാനാസ് ഫോസ്റ്റർ. അപ്പോൾ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായിട്ട് നല്ല പഴുത്ത ഏത്തപ്പഴമാണ് ആദ്യമേ വേണ്ടത്. 3 പഴുത്ത ഏത്തപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. നീളത്തിനോ വട്ടത്തിനോ നിങ്ങളുടെ ഇഷ്ടാനുസരണം അരിഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കുറച്ച് നെയ്യ് കൂടി വീത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴങ്ങളെല്ലാം അതിലേക്ക് വെച്ചൊന്ന് നെയ്യിൽ മൂപ്പിച്ചൊന്നെടുക്കുക. നല്ല പഴുത്ത പഴമാകുമ്പോൾ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഞാനിവിടെ 2 സ്റ്റെപ്പായിട്ടാണ് പഴങ്ങളൊക്കെ മൂപ്പിച്ചെടുക്കുന്നത്. ആവശ്യാനുസരണം ഇടയ്ക്കിടയ്ക്ക് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കളർ ചേഞ്ച് ആവുമ്പോൾ തിരിച്ച് മറിച്ചും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും നല്ലൊരു സ്മെല്ല് അടുക്കള മുഴുവൻ നിറഞ്ഞിട്ടുണ്ടാകും. 2 പ്രാവശ്യത്തെ പഴവും നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഒരുമിച്ച് അടുപ്പിലെ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത സാധനം കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പഴം നന്നായിട്ട് മൂത്ത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അതിലേക്ക് വലിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തേങ്ങ കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഴം കഷ്ണങ്ങളായിട്ട് ഡെസേർട്ടിൽ ആവശ്യമുള്ളവർ അതനുസരിച്ച് മിക്സ് ചെയ്യുക. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നുണ്ട്. പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തേങ്ങ അല്പം കൂടിപ്പോയോ എന്ന് എല്ലാവർക്കും ഡൗട്ട് തോന്നും. പക്ഷേ അല്ല കേട്ടോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണ്ട് വരുമ്പോഴേക്കും തേങ്ങയുടെ ക്വാണ്ടിറ്റി ഒന്ന് കുറയുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ അധികം ചേർക്കുന്നത് ഈ ഡെസേർട്ടിൻ്റെ രുചി കൂട്ടുന്ന ഒന്നാണ്. തേങ്ങയുടെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത് ഒരു ബൗൾ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കര കൂടി ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ശർക്കര നന്നായിട്ട് മെൽറ്റായി ആ പാനിൽ കിടന്ന് തേങ്ങയും പഴവും ഒക്കെ നന്നായിട്ട് വെന്ത് ഉടയട്ടെ. അതുവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശർക്കര നന്നായി മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം നന്നായി മിക്സ് ചെയ്ത് ഉടച്ചെടുക്കുന്നുണ്ട് ഞാൻ. നിങ്ങൾക്ക് കഷ്ണമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യേണ്ട. ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ. ലാലേട്ടൻ്റെ ഫേവറേറ്റ് ഡെസേർട്ട് ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിൽ കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കേണ്ടതുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. ഇപ്പോൾ എല്ലാ സാധനങ്ങളും നെയ്യിൽ കിടന്ന് മൂത്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂട് മാറട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഡെസേർട്ടിൻ്റെ ചൂടൊക്കെ നന്നായി മാറി ഞാനൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഡെസേർട്ടിലേക്ക് ചേർക്കുന്നത് വാനില ഐസ്ക്രീമാണ്. വാനില ഐസ്ക്രീം നിങ്ങളുടെ ആവശ്യാനുസരണം കൂടുതലോ കുറച്ചോ ഒക്കെ ചേർത്തോളൂ കേട്ടോ. ഞാനിവിടെ കാര്യമായിട്ട് ചേർക്കുന്നുണ്ട്. അവസാനമായി ഇനി ഇതിൽ ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട്. അതെന്താണെന്നല്ലേ? ഹണിയാണ് അവസാനമായി ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ്. അങ്ങനെ നമ്മുടെ യമ്മി ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് തയ്യാറായി കഴിഞ്ഞു. ഐസ്ക്രീം ഇല്ലാതെയും ഈ ഒരു ഡെസേർട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ഡെസേർട്ട് ട്രൈ ചെയ്യുമല്ലോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. ലാലേട്ടൻ്റെ ഫേവറേറ്റ് ഡിഷ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഐസ്ക്രീം റെസിപ്പീസ് കാണാനായി ചാനലൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ഗേയ്സ്.